റൂട്ട് കനാലൊക്കെ കഴിഞ്ഞ് ഒരു ഗട്ടാപ്പർച്ച നമ്മൾ ഫില്ല് ചെയ്യുന്ന സമയത്ത് ഒരു ഭാഗം അല്ലെങ്കിൽ ഭൂരിഭാഗം ക്ലിനിക്കുകളിലും ഇന്ന് ഉപയോഗിക്കപ്പെടുന്നത് ഇത്തരത്തിലുള്ള ബോൾ ബർണിഷേഴ്സ് ആണ് അല്ലേ. ബോൾ ബർണിഷർ ചൂടാക്കുന്നു അസിസ്റ്റന്റ്, പിന്നെ അത് വെക്കുന്നു, സിസേഴ്സ് ഉപയോഗിച്ച് കട്ട് ചെയ്യുന്നു, ഒരുമാതിരി തലവേദന പിടിച്ച പരിപാടിയായത് അല്ലേ. സോ ഇതൊക്കെ നമ്മൾ മാറ്റേണ്ട സമയം അധികരിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഇന്ന് ഒരുപാട് ഹൈ ലെവലിലോട്ട് അല്ലെങ്കിലും ഇപ്പോഴും ബോൾ ബർണിഷർ ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഒരു നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് എന്നുള്ള രീതിയിൽ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു എക്യുപ്മെന്റ് ആണ് ഇന്ന് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇപ്പോൾ പ്രാക്ടീസ് ചെയ്യുന്ന ആളുകൾക്ക് ഉപകാരപ്രദമായിരിക്കും. ഇനി അതല്ല, ഡെന്റൽ അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളുകളോ അല്ലെങ്കിൽ അതിന് പോകാൻ ആഗ്രഹമുള്ള ആളുകളാണെങ്കിലും അവർക്കും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിരിക്കും. കാരണം ഈ ഒരു എക്യുപ്മെന്റ് അവർക്ക് എങ്ങനെയാണെന്നുള്ളത് പരിചയപ്പെടാം. ഞാനിന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഗട്ട കട്ടേഴ്സ് ആണ്. ഗട്ട കട്ടേഴ്സ് ആണ് ഇത് നമുക്ക് കുറച്ചുകൂടെ കൺവീനിയന്റ് ആയിട്ട്, അതായത് നമുക്ക് ഈ ഹീറ്ററിന്റെ ഒന്നും ആവശ്യമില്ല, ബോൾ ബർണിഷറിന്റെ ആവശ്യമില്ല, ഇതൊക്കെ നമുക്ക് പയ്യെ മാറ്റാം. എന്നിട്ട് നമുക്ക് ഈ ഒരൊറ്റ ഇൻസ്ട്രുമെന്റ് ഉപയോഗിച്ച് ഫൈനൽ സ്റ്റെപ്പ് വൃത്തിക്ക് നമുക്ക് ഫിനിഷ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇന്ന് ഞാൻ എടുത്തിരിക്കുന്നത് എൻഡോക്കിംഗ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിന്റെ ഒരു ഗട്ട കട്ടറിന്റെ ബോക്സ് ആണ്. വലിയ കോസ്റ്റ്ലി ഒന്നുമല്ല. നമുക്കൊരു സ്റ്റാർട്ടിംഗ് ക്ലിനിക്ക് തുടങ്ങുന്ന ആളുകൾക്കോ അല്ലെങ്കിൽ ആദ്യം ഇത് റൂട്ട് കനാലൊക്കെ ചെയ്തു തുടങ്ങുന്ന ആളുകൾക്കോ ഒക്കെ ഇത് വാങ്ങിക്കാം. ഒരുപാട് ചിലവൊന്നുമില്ല. വളരെ ഇപ്പോൾ 1000-നും ഇപ്പോൾ ഓഫറിലൊക്കെ ഉള്ളപ്പോൾ 1000-ന് താഴെ ഇത് അവൈലബിൾ ആണ്. ഇല്ലെന്നുണ്ടെങ്കിലും ഇതൊരു 2000-നുള്ളിൽ വരുന്ന ഇൻസ്ട്രുമെന്റ് ആണ്. സോ അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു സ്റ്റാർട്ട് ആണെങ്കിൽ ബിഗിനേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എടുക്കാം എൻഡോക്കിങ്ങിന്റെ ഇത്തരത്തിലുള്ള ഗട്ട കട്ടേഴ്സ്. സോ നമുക്ക് ഇതുപോലുള്ള ഇൻസ്ട്രുമെന്റ് ഒന്ന് പരിചയപ്പെടുത്താൻ നമുക്ക് റിക്വസ്റ്റ് വന്നിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഇത് കാണിക്കുന്നത്. സോ ഈ ബോക്സ് നമുക്കൊന്ന് തുറന്നു നോക്കാം. എങ്ങനെയാണ് ഇൻസ്ട്രുമെന്റ്, എങ്ങനെയാണ് ഇത് ഉപയോഗിക്കേണ്ടത്, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ. സോ ഇത്തരത്തിൽ ഇതൊരു ബോക്സിലാണ് വരുന്നത്. അപ്പൊ ഇതിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതെ ഇതുപോലെ കുറച്ച് ടിപ്സ് നമുക്ക് കാണാൻ പറ്റും. ടിപ്പ് എന്തിനുള്ളതാണെന്ന് ഞാൻ പറയാം. പിന്നെ ഇത് കൂടാതെ നമ്മൾ സാധാരണ എൻഡോമോട്ടറിലാണെങ്കിലും അല്ലെങ്കിൽ ക്യൂറിംഗ് യൂണിറ്റിലാണെങ്കിലും ഒക്കെ കാണുന്നത് പോലത്തെ ഒരു ഹാൻഡിൽ പീസ് അല്ലെ, ഒരു പെൻ ഹാൻഡിൽ പോലെ നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും. ഇത് ചാർജബിൾ ആണ്. നമ്മൾ സാധാരണ ഉപയോഗിക്കത്തില്ലേ, നമ്മൾ ഇപ്പോൾ എൻഡോമോട്ടറൊക്കെ ചാർജ് ചെയ്തില്ലേ എന്നൊക്കെ പറഞ്ഞതുപോലെ ഇതൊരു ചാർജബിൾ ആയിട്ടുള്ളതാണ്. അങ്ങനെ ഒരു നമുക്കൊരു ചാർജിങ് യൂണിറ്റ് കാണാൻ പറ്റും, ഒരു പെൻക്ലിപ്പ് പോലെ. അതുപോലെ തന്നെ ഇത് വെക്കുന്ന സ്റ്റാൻഡ്, ഇതിലാണല്ലോ നമ്മൾ ചാർജ് ചെയ്യുന്നത്. ഇതിനോടുകൂടി ചാർജറും വരും. ഇങ്ങനെയാണ് വരുന്നത്. നമ്മൾ സാധാരണ എൻഡോമീറ്ററൊക്കെ പോലെ തന്നെ ഇത് ഇത്തരത്തിൻ്റെ ഇങ്ങനെ ഒരു പെൻ ടിപ്പും അതിൻ്റെ അറ്റത്ത് GP കട്ട് ചെയ്യുന്ന ഒരു ടിപ്പും. ഇപ്പം ഞാൻ കാണിച്ച ആ ഒരു ബ്ലാക്ക് കളർ ടിപ്പ് ഉണ്ടല്ലോ, അതാണ് GP കട്ട് ചെയ്യുന്ന ടിപ്സ്. ഇത് ഓരോന്നും നമുക്കിപ്പോൾ ഒരെണ്ണം ചീത്തയായി കഴിയുമ്പോൾ അടുത്ത ടിപ്പ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഒരെണ്ണം പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ നെക്സ്റ്റ് ടിപ്പ് യൂസ് ചെയ്യാം. അത് അങ്ങനെയാണ് ഇത് ഉപയോഗിക്കേണ്ടത്. ഓരോ പേഷ്യൻ്റ് കഴിയുമ്പോഴും ടിപ്പ് നമ്മൾ സ്റ്റെറിലൈസ് ചെയ്ത് ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഇത്തരത്തിലൊരു പെൻ പോലെയാണ് വരുന്നത്, കണ്ടല്ലോ. അപ്പം ഇതിൻ്റെ ഒരു ടിപ്പ് നമ്മൾ ഇതിൻ്റെ ഈ ഒരു അറ്റത്ത് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്, നമ്മൾ സ്കെയിലർ ടിപ്പൊക്കെ ഇടുന്നത് പോലെ. പിന്നെ ഇതിലൊരു ബട്ടൺ ഉണ്ടാവും. ഈ ബട്ടൺ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കലി എന്താവും, ഹീറ്റ് ആവും. അപ്പം ഇത് നമ്മൾ പിന്നെ ഗട്ടാപ്പർച്ചയുടെ അവിടെ കൊണ്ട് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് കട്ട് ചെയ്ത് അത് നമുക്ക് റിമൂവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പം നമുക്ക് ബോൾ ബർണിഷറിൻ്റെ അങ്ങനെയുള്ള ആവശ്യങ്ങളൊന്നും വരുന്നില്ല. ഞാനൊരു ടിപ്പ് നിങ്ങളെ ഇട്ട് കാണിക്കാം. ഇത്തരത്തിൽ കണ്ടോ, രണ്ട് ഒരു എന്താ പറയുക, ഒരു പിൻ പോലെ വരുന്നുണ്ട് അതിൻ്റെ പുറകിൽ. ഇത് ഇതിൻ്റെ കട്ട് ചെയ്യുന്ന ടിപ്പാണ്. ഇത് പിൻ പോലെ വരുന്ന ടിപ്പാണ്. ഇതിനകത്ത് നമുക്കൊരു പിൻ ഇടാൻ പറ്റുന്ന സ്ലോട്ട് കാണാൻ പറ്റും. സോ നമുക്ക് ഇത്തരത്തിൽ ഇത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ ആയിട്ടുണ്ട്. സോ ഇതാണ് നമ്മുടെ ഗട്ട കട്ടർ. കണ്ടോ, ഇതിൻ്റെ ഒരു അറ്റം നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണും, മനസ്സിലായാലോ. ഇത് നമ്മൾ ഇത് പ്രസ് ചെയ്ത് കഴിയുകയാണെങ്കിൽ ഇതുപോലെ ലൈറ്റ് ചാലു ആവുന്നുണ്ടാവും. അതിൻ്റെ അർത്ഥം ഇതിൻ്റെ അറ്റം ഹീറ്റ് ആവും. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് അറ്റം ഹീറ്റായി നിങ്ങൾക്ക് കാണാൻ പറ്റും. കണ്ടല്ലോ, അറ്റം ഹീറ്റ് ആയിട്ടുണ്ട്. സോ ഇത് നമുക്ക് ഈ ഗട്ടാപ്പർച്ചയിലോട്ട് കാണിക്കുമ്പോൾ ഹീറ്റ് കാരണം അതെന്തായി മാറും, കട്ട് ചെയ്ത് മെൽറ്റായി നമുക്ക് പയ്യ സാധനം റിമൂവ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ട് ആ പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. സിസറിൽ തപ്പാൻ പോകണ്ട, ഗട്ടാപ്പർച്ച ചൂടാക്കാൻ പോകണ്ട, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യാം. അപ്പോൾ ആരെങ്കിലുമൊക്കെ അങ്ങനെ ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജിൽ ഏത് ഇൻസ്ട്രുമെൻ്റ് ആണ് വാങ്ങിക്കുന്നത് എന്നിങ്ങനെ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ എൻഡോക്കിങ്ങിന് നിങ്ങൾക്ക് എടുക്കാം. വലിയ റേറ്റ് ഒന്നും ആകത്തില്ല. അപ്പം ഇതിനു മുമ്പ് നമ്മൾ വാട്ടർ ഫ്ലോസറും അതുപോലെ ഇലക്ട്രിക്കൽ ബ്രഷും ഒക്കെ ചെയ്തപ്പോൾ പലരും ഇതുപോലെ കുറച്ചുകൂടെ കോസ്റ്റ് കുറഞ്ഞ ഡെന്റൽ എക്യുപ്മെൻറ്റുകളും കാര്യങ്ങളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു സീരീസും കൂടെ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്.
ഇതുപോലെ ചെറിയ ചെറിയ ഇൻസ്ട്രുമെൻറ്റ്സ് നിങ്ങൾക്ക് വേണ്ടി ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഇപ്പം എൻഡോമോട്ടർ ആണെങ്കിലും അല്ലെങ്കിൽ അപ്പെക്സ് ലൊക്കേറ്റർ ആണെങ്കിലും നിങ്ങളുടെ ബജറ്റിനുള്ളിൽ നിൽക്കുന്ന രീതിയിൽ കുഴപ്പമില്ല, ബിഗിനേഴ്സിന് റൺ ചെയ്യാൻ പറ്റുന്ന ഒരു ലോ ബജറ്റിലുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് നമ്മൾ നിങ്ങൾക്ക് മുമ്പിൽ കാണിക്കുന്നതായിരിക്കും. പാർക്കിങ്ങിലൊക്കെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ വാങ്ങിക്കുക. എല്ലാവർക്കും പ്രൊസീജിയർ കുറച്ചുകൂടി എളുപ്പമാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണും വരെ ബൈ.